പമ്പയിലെ മാലിന്യത്തിൽ കുടുങ്ങിയ കൊച്ചിയെ രക്ഷപ്പെടുത്തിയ വാർത്ത നിമിത്തമായി പമ്പയിൽ ഉപേക്ഷിച്ച വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ജീവനക്കാർക്കൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആദ്യഘട്ടം ജോലികളുടെ ഭാഗമായി. മാലിന്യത്തിൽ കുടുങ്ങിയ കൊച്ചിയെ മാതൃഭൂമി സീനിയർ ചീഫ് റിപ്പോർട്ടർ കെ അബൂബക്കർ രക്ഷപ്പെടുത്തുന്ന വാർത്തയ്ക്ക് കിട്ടിയ സ്വീകാര്യതയ്ക്കൊപ്പം നദിയുടെ മലിനീകരണം കൂടിയാണ് ചിത്രം പങ്കുവച്ചത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളടക്കം കൂടിക്കിടന്ന് വെള്ളം പോലും മലിനമാക്കപ്പെട്ടു. തുണി നീക്കാൻ കരാറെടുത്ത ആൾ കൃത്യമായി ജോലി ചെയ്തതുമില്ല. ഈ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് 10 ജീവനക്കാരെയാണ് തുണി നീക്കത്തിന് ചുമതലപ്പെടുത്തിയത്. ഒപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടി. ഭാവിയിലും ഡിവൈഎഫ്ഐ ഇത്തരം പ്രവർത്തികളിൽ സജീവമായി തന്നെ ഉണ്ടാകും. ഡിവൈഎഫ്ഐ മുമ്പും പമ്പയും പരിസര പ്രദേശവും വൃത്തിയാക്കുന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചെറിയ നടപ്പാലത്തിന് സമീപത്തു നിന്ന് മാത്രം 100 കിലോയോളം തുണികൾ നീക്കി. കരയിലേക്ക് മാറ്റിയ തുണികൾ വെള്ളം വാർന്നുപോയ ശേഷം ചെറിയാനവട്ടത്തെ ഇൻസിനറേറ്ററിൽ കത്തിക്കും. തീർത്ഥാടനത്തിന് ശേഷം വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന ശൈലി മറുനാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. വിശ്വാസപരമായി യാതൊരു അടിത്തറയുമില്ലാത്തതാണിത്. കാണുന്നവർ അന്ധമായി ഈ രീതി പിന്തുടരുകയും ചെയ്യുന്നു. തുണി ഉപേക്ഷിക്കരുതെന്ന് നിർദ്ദേശിക്കുന്ന ബഹുഭാഷാ അറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും ഈ രീതി പിന്തുടരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അശ്വജിത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. AJ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ചിത്രം വന്ന ആ സമയത്ത് വളരെയധികം ചർച്ച ചെയ്ത ഒന്നാണ്. നമുക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ചിത്രം തന്നെയായിരുന്നു അബൂബക്കർ നമ്മുടെ ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തി. അപ്പോൾ എന്താണെങ്കിലും അത് മറ്റൊരു കാര്യത്തിനും കൂടി തുടക്കം കുറിക്കാൻ സഹായിച്ചു. പ്രത്യേകിച്ച് പമ്പ എന്ന് പറയുന്നത് അത്രയും ഒരു ഹോളി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നദിയാണ്. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യമൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു. ഇത്രയും മാലിന്യമൊക്കെ അവിടെ ഉണ്ടോ, ഇതെന്താണ് നീക്കാത്തത് എന്നതനുസരിച്ചുള്ള ചർച്ചകളൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ മാതൃഭൂമിയുടെ തന്നെ ഈ ഒരു മാതൃഭൂമിയുടെ റിപ്പോർട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ക്യാമറാമാൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം അതൊരു മറ്റൊരു നല്ലൊരു പ്രവർത്തിക്കും കൂടി വഴികാട്ടിയായി മാറി അല്ലേ? സേതു, തീർച്ചയായിട്ടും ഞാൻ ഈ ശബരിമല റിപ്പോർട്ടിങ്ങിന് സ്ഥിരമായി പോകുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ പമ്പയിലെ ഈ ഇഷ്യൂ, അതായത് ഈ തുണികൾ ഉപേക്ഷിച്ച് പോകുന്ന വിഷയം നമ്മൾ കാലങ്ങളായി തന്നെ അത് വളരെയേറെ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ തീർത്ഥാടന കാലം കഴിയുമ്പോഴും അത് ആവർത്തിച്ച് പറയുന്നതുമാണ്. പക്ഷേ അതിന് വലിയൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ ഈ ചിത്രം വന്നതോടെ അബൂക്കയുടെ ആ നന്മയുള്ള പ്രവൃത്തി ലോകം അറിഞ്ഞതോടുകൂടി അതിനൊരു നിമിത്തമായി എന്നുള്ളതാണ്. ഏതായാലും ഇത് ഒരു നിമിത്തമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഒരു പുതിയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതേതായാലും ഒരു കണക്കിന് ഈ പ്രവർത്തനത്തിൽ ഏതായാലും വിജയം കാണും, അല്ലെങ്കിൽ അതൊരു തുടർച്ചയാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്.